ശ്രീ ശങ്കുട്ടിദാസ്, അങ്ങനെ രാജസ്ഥാനിൽ ഇത്രയധികം സീറ്റുകളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു പാറ്റേൺ അനുസരിച്ച് BJPക്ക് അപ്രമാദിത്വം ഉള്ളതാണ്. ഇവിടെ കർണാടകയിലും സമാനമായ സാഹചര്യമാണുള്ളത്. നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾ മിഷൻ 400ലേക്ക് എഴുതി ചേർക്കുമെന്ന് ആത്മവിശ്വാസമുള്ള ഇടങ്ങളിൽ വരും ഘട്ടം നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകും എന്നുള്ളതാണ് കോൺഗ്രസിന്റെ തിയറി. കോൺഗ്രസ് ഉറച്ചു വിശ്വസിക്കുന്നു നിങ്ങളുടെ ഈ അമിത ആത്മവിശ്വാസം അങ്ങനെ തന്നെ നടക്കില്ല എന്ന്. അറിയില്ല ഈ കേരളത്തിലെ രണ്ടക്കം ഒക്കെ കൂട്ടിയാണോ നിങ്ങൾ ഈ മിഷൻ 400 ഉണ്ടാക്കിയത് എന്ന്. എന്നിരുന്നാൽ പോലും ദാ 3 അക്കം കടക്കില്ല ഇന്ത്യ മുന്നണി എന്നാണ് അദ്ദേഹം പറയുന്നത്. 3 അക്കം കടക്കില്ല ഇന്ത്യ മുന്നണി എന്ന് നിങ്ങൾ പരിഹസിക്കുമ്പോൾ 400 പോയിട്ട് നിങ്ങൾക്ക് കേവല ഭൂരിപക്ഷം പോലും കിട്ടില്ല എന്ന് ഇന്ത്യ മുന്നണി ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. അവരുടെ ആത്മവിശ്വാസം അവർ രക്ഷിക്കട്ടെ. എന്തായാലും നമുക്ക് ജൂൺ 4-ാം തീയതി കാണാമല്ലോ. ഏതായാലും കഴിഞ്ഞ ഊഴത്തിലെ പോലെ തടസ്സപ്പെടുത്തൽ ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. കഴിഞ്ഞ തവണ കോൺഗ്രസിന്റെ മുദ്രാവാക്യത്തിന്റെ അപകടത്തെ സംബന്ധിച്ചാണ് നരേന്ദ്രമോദി പറഞ്ഞത്. ഏതെങ്കിലും ജാതി മത സമുദായങ്ങൾ അദ്ദേഹം ആക്ഷേപിച്ചിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ ഒരു പദ്ധതി, ഒരു പ്രോസസ്സ് വിശദീകരിക്കാൻ ശ്രമിച്ചിരുന്നു. ആദ്യം കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയിൽ ഇക്വിറ്റിയെ പറ്റി പറയുന്നു, ശേഷം രാഹുൽ ഗാന്ധി അത് എങ്ങനെ നടപ്പാക്കും എന്ന് പറയുന്ന പ്രൊസീജിയർ പറയുന്നു, അതിനുശേഷം സാം പിത്രോദ അതിന്റെ എങ്ങനെ നടപ്പാക്കും, അത് സ്വത്തിനെ തന്നെ ബാധിക്കുമെന്ന് വിശദീകരിച്ചുകൊണ്ട് സാം പിത്രോദ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നു. സാം പിത്രോദ ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിന്റെ ചെയർമാനാണെന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ചോദിച്ചത് ആരാണ് ഈ സാം പിത്രോദ? സാം പിത്രോദയ്ക്ക് ഭരണത്തിൽ എന്ത് കാര്യം? അയാളുടെ പ്രസ്താവനയൊക്കെ നമ്മൾ ഗൗരവത്തിൽ എടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നാണ്. യഥാർത്ഥത്തിൽ ആരാണ് സാം പിത്രോദ? കഴിഞ്ഞ 40 വർഷം, ശരി ഓക്കെ ഞാനൊന്ന് പറഞ്ഞോട്ടെ, കഴിഞ്ഞ 40 വർഷത്തിനിടയ്ക്ക് ഈ രാജ്യത്ത് എപ്പോഴൊക്കെ കോൺഗ്രസ് അധികാരത്തിൽ വന്നിട്ടുണ്ടോ, PV നരസിംഹറാവുവിന്റെ കാലത്ത് ഒഴികെ, അപ്പോഴെല്ലാം പ്രധാനമന്ത്രിയുടെ അഡ്വൈസർ ആയിരുന്ന ആളാണ് സാം പിത്രോദ. 1984 ചിക്കാഗോയിൽ നിന്ന് ഇന്ദിരാഗാന്ധിയാണ് അദ്ദേഹത്തെ നാട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നത് പ്രധാനമന്ത്രിയുടെ അഡ്വൈസർ ആക്കാൻ. 1987 രാജീവ് ഗാന്ധി അദ്ദേഹത്തെ പ്രൈം മിനിസ്റ്റേഴ്സ് അഡ്വൈസർ ആക്കുന്നു, CDOTന്റെ ചെയർമാൻ ആക്കുന്നു. 2004 മൻമോഹൻ സിംഗ് അധികാരത്തിലേറുന്ന സമയത്ത് അദ്ദേഹത്തെ വീണ്ടും അപ്പോയിന്റ് ചെയ്യുന്നു. എന്തായിട്ട്? പ്രൈം മിനിസ്റ്റേഴ്സ് അഡ്വൈസർ ആയിട്ട്. മാത്രമല്ല നാഷണൽ നോളജ് കൗൺസിലിന്റെ ചെയർമാനായിട്ട് 2005 അദ്ദേഹത്തെ നാഷണൽ ഇന്നൊവേഷൻ കൗൺസിലിന്റെ ചെയർമാനായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നു. ക്യാബിനറ്റ് റാങ്ക് കൊടുക്കുന്നു. അതായത് ക്യാബിനറ്റ് മിനിസ്റ്ററുടെ റാങ്കോടുകൂടി മൻമോഹൻ സിംഗിന്റെ മന്ത്രിസഭയിൽ 10 വർഷം പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. ഇന്ദിരാഗാന്ധി മുതലുള്ള എല്ലാ കോൺഗ്രസ് പ്രധാനമന്ത്രിമാരുടെയും ഉപദേശകനായിരുന്ന ആളാണ്. കോൺഗ്രസിന്റെ കഴിഞ്ഞ 40 വർഷമായിട്ടുള്ള നയരൂപീകരണത്തിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം ഒരു കോൺഗ്രസിന്റെ പദ്ധതിയെ വിശദീകരിക്കുമ്പോൾ ആരാണ് ഈ സാം പിത്രോദ എന്ന് പറഞ്ഞതിനെ ലളിതവൽക്കരിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. രണ്ട്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവനയെ സംബന്ധിച്ച് അദ്ദേഹം മുസ്ലിങ്ങളെ നുഴഞ്ഞുകയറ്റക്കാരെന്ന് വിളിച്ചു, കൂടുതൽ കുട്ടികൾ ഉണ്ടാക്കുന്നവർ വിളിച്ചു എന്ന തെറ്റായിട്ടുള്ള ആരോപണം വീണ്ടും ഉന്നയിക്കപ്പെടുന്നതാണ് ഇവിടെ കണ്ടത്. പ്രധാനമന്ത്രി ഒരിക്കലും മുസ്ലിം സമൂഹത്തെ പറ്റിയിട്ടല്ല നുഴഞ്ഞുകയറ്റക്കാരെന്ന് പറഞ്ഞതോ കൂടുതൽ കുട്ടികൾ ഉണ്ടാക്കുന്നവരെന്ന് പറഞ്ഞതോ. പ്രധാനമന്ത്രിയുടെ പ്രസ്താവന ഈ പറയുന്ന വെൽത്ത് റീഡിസ്ട്രിബ്യൂഷനെതിരെയുള്ള പ്രസ്താവനയാണെങ്കിൽ അദ്ദേഹം അവിടെ ചോദിച്ചത് 3 ചോദ്യങ്ങളാണ്. ആർക്കാണ് നിങ്ങൾ ഈ സ്വത്ത് തിരിച്ചു കൊടുക്കാൻ പോകുന്നത്? 2006 നിങ്ങളുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള മൻമോഹൻ സിംഗ് പറഞ്ഞു, ദ മൈനോറിറ്റീസ് പെർട്ടിക്കുലർലി ദ മുസ്ലിം ഷാൽ ഹാവ് ദ ഫസ്റ്റ് റൈറ്റ് ഓവർ ദ റിസോഴ്സസ് ഓഫ് ദിസ് നേഷൻ. ഈ രാജ്യത്തിന്റെ വിഭവങ്ങൾക്ക് മേലെ ആദ്യത്തെ അവകാശം ന്യൂനപക്ഷങ്ങൾക്ക്, അതിൽ തന്നെ പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കാണെന്ന് മൻമോഹൻ സിംഗ് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ മുസ്ലിങ്ങൾക്കാണോ കൊടുക്കുന്നത്, അതോ നിങ്ങൾ കൂടുതൽ കുട്ടികളെ ഉണ്ടാക്കുന്നവർക്കാണോ കൊടുക്കുന്നത്? എന്തടിസ്ഥാനത്തിലാണ് പറയുന്നത്? രാഹുൽ ഗാന്ധിയുടെ മുദ്രാവാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ജിത്ന ആബാദി ഉത്ന ഹക്ക്, എത്രയാണോ ജനസംഖ്യ അത്രത്തോളം അവകാശം. അപ്പൊ കൂടുതൽ കുട്ടികൾ ഉണ്ടാക്കുന്ന ആളുകൾക്കായിരിക്കും കൂടുതൽ അവകാശം കിട്ടുക, കൂടുതൽ ജനസംഖ്യ ഉണ്ടാക്കുന്നവർക്ക്. പിന്നീട് അദ്ദേഹം ചോദിക്കുന്നു, നിങ്ങൾ നുഴഞ്ഞുകയറ്റക്കാർക്കാണോ കൊടുക്കുക? CA NRC വിഷയത്തിൽ കോൺഗ്രസിന്റെ നിലപാട് എന്താണ്? NRC ഇവിടെ പാടില്ല, നുഴഞ്ഞു കയറിയിട്ടുള്ള ആളുകൾക്കും അഭയാർത്ഥികൾക്കും പൗരന്മാരുടെ അതേ സ്റ്റാറ്റസ് തന്നെയാണ്. അതിൽ നുഴഞ്ഞുകയറ്റക്കാരെ നമ്മൾ ഏതെങ്കിലും തരത്തിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ പൗരന്മാർക്കുള്ള അവകാശം നുഴഞ്ഞുകയറ്റക്കാർക്കും കൊടുക്കുമോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ നിങ്ങൾ പിണറായി വിജയൻ സർക്കാരിനെതിരെ നമ്മളൊരു വിമർശനം നടത്തുകയാണ്. ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, സാമൂഹ്യക്ഷേമ പദ്ധതികളിൽ കൊടുക്കേണ്ട പെൻഷൻ ഒന്നും കൊടുക്കാതെ ഈ പണം മുഴുവൻ പിടിച്ചു വെച്ചിട്ട് നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇത് നിങ്ങൾ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കാണോ കൊടുക്കാൻ പോകുന്നത്? അതോ നിങ്ങൾ കരിമണൽ കർത്തയെ പോലത്തെ വ്യവസായികൾക്കാണോ കൊടുക്കാൻ പോകുന്നത്? അതോ നിങ്ങൾ DYFIയിലെ സഖാക്കൾക്കാണോ കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം പിണറായി വിജയന്റെ കുടുംബാംഗങ്ങൾ കരിമണൽ കർത്ത പോലെയുള്ള വ്യവസായികളാണ്, അവരൊക്കെ DYFI സഖാക്കളുമാണ് എന്നല്ല. ഇത് 3 പ്രസ്താവനകളാണ്. അതിനെ ഒരൊറ്റ പ്രസ്താവനയാക്കി എടുത്തുകൊണ്ട് പ്രധാനമന്ത്രി നുഴഞ്ഞുകയറ്റക്കാരെന്ന് മുസ്ലിങ്ങളെ വിളിച്ചു, കൂടുതൽ കുട്ടികൾ ഉണ്ടാക്കുന്നവരെന്ന് മുസ്ലിങ്ങളെ വിളിച്ചു എന്ന് പറയുന്നത് തെറ്റാണ്. പ്രധാനമന്ത്രിയുടെ പ്രസ്താവന ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയിൽ പറയുന്ന മാവോയിസ്റ്റ് മുദ്രാവാക്യങ്ങൾ എത്രത്തോളം അപകടകരമാണ്. ഇത് അൾട്രാ അർബൻ നക്സലുകൾ, അൾട്രാ ലെഫ്റ്റിസ്റ്റുകൾ കോൺഗ്രസിനെ ബാക്ക് സീറ്റ് ഡ്രൈവിംഗ് നടത്തിയിരുന്ന കാലം മാറി അവർ ഫ്രണ്ട് സീറ്റ് ഡ്രൈവിംഗ് നടത്തി തുടങ്ങി എന്ന് പറഞ്ഞിട്ടാണ്.
അദ്ദേഹത്തിന്റെ സംവരണവുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഭരണഘടനയിൽ ഇല്ലാത്തൊരു സംഭവമാണ് മതസംവരണം പാടില്ലെന്ന് ഭരണഘടനാ നിർമ്മാതാക്കൾ പറഞ്ഞിട്ടുള്ളതാണ്. ഭരണഘടനയിൽ SC/ST സംവരണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 1992-93 കാലഘട്ടത്തിൽ മണ്ഡൽ കമ്മീഷന്റെ ഭാഗമായിട്ടാണ് OBC സംവരണം കൊണ്ടുവന്നത്. ആ OBCയിലേക്ക് മുസ്ലിം എന്ന് പറയുന്ന മതത്തെ കൊണ്ടുവന്നത് ഭരണഘടനാ സങ്കല്പത്തെ എതിർക്കുന്നതാണ്. കാരണം എന്താ, സാമൂഹികമായും ചരിത്രപരമായും അവശത നേരിട്ട വിഭാഗങ്ങൾക്കാണ് സംവരണം. മുസ്ലിം സമൂഹം ഇന്ത്യയിൽ സാമൂഹികമായിട്ടോ ചരിത്രപരമായിട്ടോ അവശത നേരിട്ടിട്ടില്ല. റൂളിംഗ് ക്ലാസ് ആയിരുന്നു, എല്ലാ കാലത്തും ഭരണവർഗത്തിലായിരുന്നു. അത് മുഗൾ ഡൈനാസ്റ്റിയുടെ കാലം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ SC/ST പോലെയുള്ള വിഭാഗങ്ങൾക്ക് കിട്ടേണ്ട അവകാശം ഒരു മതസമുദായത്തിന് കൊടുക്കുമ്പോൾ അത് സംവരണത്തിന്റെ അടിസ്ഥാന ആദർശത്തെ തെറ്റിക്കുന്നതാണ്. അതാണ് മോഡി പറഞ്ഞത്. ഇനി നിങ്ങളുടെ ചോദ്യം, രാജ്യത്തെ വിഭജിക്കുന്നത് ആരാണ് ഈ രാജ്യത്തെ വിഭജിക്കുന്നത്? ഞാൻ പറയട്ടെ, സനാതന ധർമ്മത്തെ മലേറിയയും ഡങ്കുവും പോലെ ഉന്മൂലനം ചെയ്യണമെന്ന് പറഞ്ഞില്ലേ ഉദയനിധി സ്റ്റാലിൻ? അയാളാണ് ഈ രാജ്യത്തെ വിഭജിക്കുന്നത്. ഹിന്ദു ധർമ്മത്തിൽ ശക്തി എന്നൊരു ആശയമുണ്ട്, ആ ശക്തിക്കെതിരെയാണ് നമ്മുടെ പോരാട്ടം എന്ന് പറഞ്ഞില്ലേ രാഹുൽ ഗാന്ധി? അയാളാണ് ഈ രാജ്യത്തെ വിഭജിക്കുന്നത്. ജാതി എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ശ്രീ ശങ്കുട്ടിദാസ്, അങ്ങ് പറഞ്ഞത് കൂടുതൽ കുട്ടികൾ ഉണ്ടാക്കുന്നത് എന്ന് പറയുന്നത്, ശ്രീ ശങ്കുട്ടിദാസ് നമുക്ക് ചോദിച്ചു മറിച്ചും പോകാലോ. കൂടുതൽ കുട്ടികളെ ഉണ്ടാക്കുന്നത് എന്ന് പറയുന്നത് കൊണ്ട് മുസ്ലിം സമുദായത്തെ ഉദ്ദേശിച്ചിട്ടില്ല. എത്ര ജനസംഖ്യയോ അത്ര പ്രാതിനിധ്യം എന്നാണ് പറയുന്നത്. അപ്പൊ കൂടുതൽ കുട്ടികളെ ഉണ്ടാക്കുന്നവർക്കാണോ നിങ്ങൾ കൊടുക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചു എന്ന്. ഇന്ത്യൻ ജനസംഖ്യയിലെ ഭൂരിപക്ഷം ആരാണ് ശ്രീ ശങ്കുട്ടിദാസ്? കൂടുതൽ ഈ പറയുന്ന ജനസംഖ്യയുടെ ഭാഗമാണെങ്കിൽ ഈ അവകാശം ആർക്കാണ് കിട്ടുക? അപ്പോ അത് എങ്ങനെയാണ് വിശദീകരിക്കുന്നത്? നിങ്ങൾ ഹിന്ദുക്കൾക്കാണോ കൊടുക്കാൻ പോകുന്നത് എന്നാണോ പ്രധാനമന്ത്രി ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. രണ്ടാമത്തേത്, ഈ കർണാടകയിലെ കാര്യം, അതായത് മുസ്ലിങ്ങളെ SC/ST സംവരണം എടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുത്തു എന്നാണല്ലോ നിങ്ങളുടെ ആരോപണം. അതുമായി ബന്ധപ്പെട്ട് കർണാടക BJPക്കെതിരെ കേസ് എടുത്തിട്ടുണ്ടല്ലോ അല്ലേ? 32% കർണാടകയിലെ മൊത്തം പിന്നാക്ക വിഭാഗങ്ങളുടെ സംവരണ പരിധി. അത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, സംവരണത്തിനുള്ളിൽ 2A, 2B, 2C, 2D ഇങ്ങനെ വിഭജനമുണ്ട്. അതിൽ 77 മുതലാണ് ഈ 2A, 2B വിഭാഗങ്ങളിൽ മുസ്ലിം വിഭാഗം കൂടി ഉൾപ്പെടുന്നത്. അത് SC-ക്കാർക്കും ST-ക്കാർക്കും കൊടുത്ത സംവരണമല്ല എന്ന് അങ്ങേക്ക് അറിയാത്തതാണോ? അതുകൊണ്ടല്ലേ ഇപ്പൊ ഈ കേസ് ഉണ്ടായിരിക്കുന്നത്? അല്ല, SC-കൾക്കും ST-കൾക്കും കൊടുക്കുന്ന സംവരണമല്ല, തീർച്ചയായിട്ടും അല്ല. എന്നാൽ ഭരണഘടനാപരമായിട്ട് വിഭാവനം ചെയ്ത സമയത്ത് മതാടിസ്ഥാനത്തിൽ സംവരണം എന്ന് പറയുന്ന ഒരു സങ്കല്പം ഇല്ല. അതാണല്ലോ നരേന്ദ്രമോദിയും പറഞ്ഞത്. സംവരണം എടുത്തു കൊടുത്തു എന്നല്ലേ പറഞ്ഞത്? അങ്ങനെ എടുത്തു കൊടുത്തോ? നിങ്ങൾ ആ പ്രസ്താവന ഒന്ന് വായിക്കൂ. ഒന്ന് ചർച്ചയിൽ എല്ലാവരും കേൾക്കുകയാണല്ലോ. നരേന്ദ്രമോദി നടത്തിയിട്ടുള്ള പ്രസ്താവന ഒന്ന് വായിക്കൂ. അദ്ദേഹം പറഞ്ഞത് എന്താണ്? അദ്ദേഹം പറഞ്ഞത് ഭരണഘടനാ നിർമ്മാതാക്കളുടെ ഇച്ഛയ്ക്ക് വിരുദ്ധമായി, അംബേദ്കർ വിഭാവനം ചെയ്തിട്ടുള്ള സങ്കല്പത്തിന് വിരുദ്ധമായി ഒരു മതസമൂഹത്തിന് ആദ്യമായിട്ട് സംവരണം കൊടുത്തു. മതസംവരണം നമ്മുടെ ഭരണഘടനയിൽ ഇല്ല എന്നാണ്. നിങ്ങൾ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 15, 16 എടുത്തു നോക്കൂ. അതിന്റെ ഒറിജിനൽ ടെക്സ്റ്റിൽ നത്തിങ് ഇൻ ദിസ് പ്രൊവിഷൻ ഷാൾ പ്രിവെന്റ് ദ ഗവൺമെന്റ് ഫ്രം മേക്കിംഗ് എക്സെപ്ഷൻസ് ഫോർ ഷെഡ്യൂൾ കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾ ട്രൈബ് എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ ഏതെങ്കിലും അതർ എലിജിബിൾ ക്ലാസസ് ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇതിലേക്ക് പിന്നീട് സാമൂഹികമായിട്ടുള്ള പിന്നോക്കാവസ്ഥ പരിഗണിച്ചുകൊണ്ട് അതർ ബിലോ കാസ്റ്റ് എന്നുള്ള പേരിൽ കുറെ ജാതികളെ നമ്മൾ കൊണ്ടുവന്നു. പക്ഷേ ഇവിടെ ഒരു ജാതിയല്ല, ഒരു മതത്തെ മുഴുവനായിട്ടാണ് അതിലേക്ക് കൊണ്ടുവന്നത്. ഭരണഘടന മതത്തിന് പേരിൽ സംവരണത്തിന് നിർദ്ദേശിച്ചിട്ടില്ല എന്ന് പറയുന്നത് അങ്ങ് പറയുന്നത് ശരിയാണ്. പക്ഷെ ഇവിടെയുള്ള മൊത്തം 32% എന്ന് പറയുന്നത് മുസ്ലിങ്ങളും SC/ST വിഭാഗവും ഒക്കെ ഉൾപ്പെടുന്നതാണ്. കർണാടകയിലെ മൊത്തം സംവരണ % എന്ന് പറയുന്നത് അങ്ങനെ ഉൾപ്പെടുന്നതാണ്. അവിടെയാണ് ഇപ്പൊ നോക്കൂ, കോൺഗ്രസിന്റെ പ്രകടന പത്രികയ്ക്കെതിരെ BJP ഉന്നയിച്ച ആരോപണങ്ങൾ എന്തൊക്കെയാണ്? ഹിജാബുമായി ബന്ധപ്പെട്ട പരാമർശം, പൊതു സ്വത്ത് മുസ്ലിങ്ങൾക്ക് വീതിച്ചു നൽകും എന്ന് പറയുന്നത്, അവർക്ക് വേണ്ടി പ്രത്യേക സംവരണം ഉണ്ടാക്കും എന്ന് പറയുന്നത്. ഇതിനെല്ലാം എതിരെ കൃത്യമായ വിശദീകരണം സിദ്ധരാമയ്യ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. 974 പിന്നാക്ക വിഭാഗങ്ങളെ കുറിച്ച് പഠിച്ച LG ഹവനൂർ കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരമാണ് ഈ സംവരണം നടപ്പിലാക്കിയത്. അത് പതിവുള്ളതാണല്ലോ. അവിടുത്തെ പ്രശ്നം നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. പിന്നോക്ക വിഭാഗങ്ങളെ പറ്റി പഠിക്കുന്ന കമ്മീഷനുകളുടെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാം. അതിന് ഏത് വിഭാഗത്തിനാണോ പിന്നാക്കാവസ്ഥയിൽ, ഇപ്പൊ മുസ്ലിം എന്ന് പറയുന്ന മതത്തിനുള്ളിലെ ഏതെങ്കിലും പ്രത്യേക സാമൂഹിക വിഭാഗങ്ങൾക്ക് ആവശ്യതയുണ്ടെങ്കിൽ അവരെ നമുക്കൊരു പ്രത്യേക ക്ലാസ്സോ കമ്മ്യൂണിറ്റിയോ ആയി കണക്കാക്കിയിട്ട് അവർക്ക് സംവരണം കൊടുക്കാം. ഒരു റിലീജിയന് മൊത്തം എങ്ങനെയാണ് സംവരണം കൊടുക്കുന്നത്? അതായത് ഇപ്പോൾ മുസ്ലിം ആയിട്ടുള്ള പാണക്കാട് തങ്ങൾക്കും അതേ സംവരണത്തിന് ആനുകൂല്യമുണ്ട്. മറ്റുള്ള OBC സംവരണം കിട്ടുന്ന അതേ ആളുകളുടെ അതേ ആനുകൂല്യത്തിന് ഏതെങ്കിലും കാലഘട്ടത്തിൽ സാമൂഹികമായി
സാമൂഹികമോ ചരിത്രപരമോ ആയിട്ടുള്ള അവശത നേരിട്ടിട്ടില്ലാത്ത, ഒരു കാലത്തും വിവേചനം നേരിട്ടിട്ടില്ലാത്ത, എല്ലാ കാലത്തും ഈ പറയുന്ന സവർണ സമൂഹങ്ങളുടെ അതേ പ്രിവിലേജുകളും അതേ ടൈറ്റിലുകളും അനുഭവിച്ചിട്ടുള്ള, മതാധികാരം കൊണ്ട് ഒരു സമൂഹത്തിന് മേലെ നിർണായകമായിട്ടുള്ള അധികാരങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള രാജവംശങ്ങളിലെ ആളുകൾ പോലും, പാറക്കൽ രാജവംശത്തിലെ ആളാണ്, അവർക്കും ഇവിടെ OBC സംവരണം കിട്ടുന്നുണ്ട്. ഇതെങ്ങനെയാണ് ഒരു പ്രായോഗികമായിട്ടുള്ള സംവരണ പദ്ധതി ആവുന്നത്? ഇതാണ് ഇവിടുത്തെ ചോദ്യം. ഭരണഘടന നിലവിൽ വന്ന സമയത്ത് 1950 സംവരണം എന്ന് പറഞ്ഞ് 22.5% ആണ്. 15% SCയും 7.5% ഈ പറയുന്ന മൻമോഹൻ സിംഗിന്റെ പ്രസ്താവന പ്രചാരണായുധമാക്കുന്ന സമയത്ത് ഈ ഇന്ത്യ TV നടത്തിയ ഫാക്ട് ചെക്ക് പറയുന്നത്, മുൻ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത് മുസ്ലിംസ് ഇഫ് ദേ ആർ പുവർ എന്നാണ്, ഹൗ ദ ഫസ്റ്റ് റൈറ്റ് ടു ദ കൺട്രീസ് റിസോഴ്സ് എന്നാണ് ഫാക്ട് ചെക്ക് പറയുന്നത്. അങ്ങനെയാണ്, അല്ലാതെ എല്ലാ മുസ്ലിങ്ങൾക്കും അങ്ങ് വിഭജിച്ച് കൊടുത്തേക്കാം എന്നല്ല എന്നത് ഫാക്ട് ചെക്ക് നടത്തി ഈ പറയുന്ന ദേശീയ മാധ്യമങ്ങൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. ക്ഷമിക്കണേ, ഞാൻ അങ്ങനെയൊക്കെ വരാം.